മക്കളെ അടുത്തൊരു കിഡിലും ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ട്രയാങ്കിളിന്റെ സൈഡ് തന്നുകൊണ്ട് അതിന്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഒരു പണിയില്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി യൂസ് ചെയ്താൽ മതി. ഈ കാണുന്ന ഇക്വേഷൻ യൂസ് ചെയ്തതിൻ്റെ ഏരിയ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. എന്താണ് എസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്ന 3 സൈഡുകൾ തമ്മിൽ കൂട്ടുക. 4, 5, 7, 4 + 5 + 7, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ കിട്ടുന്നതാണ് ആൻസർ. അപ്പോൾ 7, 5, 12, 12, 16, 16 പകുതി 8 ആണ്. ഈ നേരെ നമ്മൾ ഈ റൂട്ടിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. 8 ചെയ്താൽ 8 ഓരോ നമ്പറും കുറയ്ക്കുക. 8 - 4 = 4 ഇൻറ്റു 8 മൈനസ്, ആ ബ്രാക്കറ്റ് വേണമെങ്കിൽ ഒഴിവാക്കാം. 8 - 4 ദാറ്റ് ഈസ് 4. ഇനി അടുത്ത് 8 - 5 ദാറ്റ് ഈസ് 3. അടുത്ത് 8 - 7 = 1. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഒരേപോലെ നമ്പറിനൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ആക്കി മാറ്റുക. അപ്പോൾ 8നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 നമുക്ക് 2 × 4 എന്ന് എഴുതാം. ഇനി അല്ലെങ്കിൽ 2 × 2 × 2 ഏറ്റവും ചെറുതാക്കാനാണ് നല്ലത്. ശേഷം 4ന് നമുക്ക് 2 × 2 എന്ന് എഴുതാം. 3 നമുക്ക് 3 എന്ന് എഴുതാം. ഇവിടെ കൃത്യമായി കാണാൻ പറ്റും. ഒരേപോലെ നമ്പർ ഉണ്ടെങ്കിൽ 1 നമുക്ക് പുറത്തെടുക്കാം. ഒരേപോലെ 2 നമ്പർ ഉണ്ടെങ്കിൽ 1 നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ ഒരേപോലെ 2 നമ്പർ ഇല്ല. 2 × 3 എന്ന് പറഞ്ഞത് ഒറ്റ നമ്പറാണ്. ഐ മീൻ 2 എന്ന് പറഞ്ഞത് 1 ഉള്ളൂ, 3 എന്ന് പറഞ്ഞാൽ 1 ഉള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക. 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ ആൻസർ ഈസ് 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 4√6 ആണ് ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നതിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് എത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ സിമ്പിളാണ്. ആദ്യം എസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ എസ്സിൽ നിന്ന് ഓരോ സൈഡുകളും കുറച്ച് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് ലാസ്റ്റ് സ്പ്ലിറ്റ് ആക്കുക. സ്പ്ലിറ്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേപോലെയുള്ള നമ്പറുകളാക്കി ആക്കാൻ മാറ്റുക. ഇനി അങ്ങനെ ആയിട്ടില്ലാത്ത നമ്പറുകൾ നിങ്ങൾ സാധാ പോലെ റൂട്ടിൻ്റെ ഉള്ളിൽ വെച്ച് എഴുതിയാൽ മതി. സോ ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.